കൂട്ടുകാരെ, വെജിറ്റേറിയൻസിനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഡിഷാണ് കേട്ടോ പനീർ. ഞാൻ ഒരു ചില്ലി പനീർ സെമി ഗ്രേവി നമ്മൾ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കണ ഒരു സെറ്റപ്പിൽ കൂട്ടുകാരെ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകട്ടോ. സവോള ക്യൂബ്, പിന്നെ അത് ക്യാപ്സിക്കം, ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഗ്രീൻ ചില്ലി 2-3 ചോപ്പ് ചെയ്തുകൊണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് ചോപ്പ്, പിന്നെ സെലറി സ്പ്രിംഗ് ഒനിയൻ. ചെറിയ ക്യൂബായിട്ട് വെച്ചാണ് പനീർ കട്ട് ചെയ്ത് വെച്ചാണ് പനീർ. നമുക്ക് ഇച്ചിരി ഉപ്പും പെപ്പറും അല്പം സോയാ സോസും ഒരല്പം ഓയിൽ, പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ, നല്ല ക്രിസ്പായിട്ട്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടാൽ മതിയാകും കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ഈ പനീറൊക്കെ ബാറ്ററിൽ കൂടുതൽ ബാറ്ററായിട്ടേ ഈ പക്കോട പോലെ ആയിപ്പോവും. അത് തന്നെയല്ല, നമ്മൾ ഗ്രേവി കിടന്ന് മൈദയൊക്കെ അലുത്ത് പോവും. തിളച്ച് കഴിയുമ്പോൾ മൈദയൊക്കെ അലുത്ത് വിട്ട് കിടക്കും. അപ്പം അതുകൊണ്ടാണ് ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടാൽ മതി, ആ ഒരു അനുപാതത്തിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എണ്ണയിലൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് എണ്ണയിൽ ഈ ഒരു താരിഫിൽ നമുക്ക് ബാറ്റർ എണ്ണയിൽ ഫ്രൈ ചെയ്ത് ഇതുപോലെ വറുത്ത് കോരിയിടുക കേട്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് സോസ് തയ്യാറാക്കാം. സിമ്പിളാട്ടോ, നമുക്ക് ഒരു സോയാ സോസും ടൊമാറ്റോ സോസിൻ്റെയും സംഭവം മാത്രമേ ഉള്ളൂ. ചട്ടി കത്തിച്ചു, ചട്ടി സീസൺ ചെയ്തു, നന്നായിട്ട് പഴുപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണേ ആ ജിഞ്ചർ ഗാർലിക് ഉണ്ടല്ലോ, പ്ലേറ്റുള്ള ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് സോത്ത് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒനിയൻ ക്യൂബ്, ക്യാപ്സിക്കം, സെല്ലറി, സ്പ്രിംഗ് ഒനിയൻ, ഗ്രീൻ ചില്ലി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നു. നമ്മൾ ചൈനീസ് വെജിറ്റബിളൊന്നും അധികം ഒന്നും വാടിപ്പോകണ്ട കേട്ടോ, ഒന്ന് കടിക്കണം. ചൈനീസ് വെജിറ്റബിളെല്ലാം അങ്ങനെയാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതിന് ശേഷം ചില്ലി പേസ്റ്റ് കേട്ടോ. അതായത് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാടൻ വത്തൽമുളകും കാശ്മീരി ചില്ലിയും കൂടെ വിനാഗിരിയിൽ പുഴുങ്ങിയിട്ട് അരയ്ക്കുന്ന ഒരു പേസ്റ്റാണ് ചില്ലി പേസ്റ്റ്. എന്നിട്ട് ഓയിലിൽ സോട്ട് ചെയ്ത് വെക്കും. ഉപ്പ്, ഷുഗർ, വൈറ്റ് പെപ്പർ, പിന്നെ അല്പം സോയാ സോസ്, അതായത് ഒരു 1.5 ടേബിൾ സ്പൂൺ ആയ സോയാ സോസ്, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂട്ടി ഇതുങ്ങളൊക്കെ നന്നായിട്ട് സോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉപ്പ്, പഞ്ചസാര, കുരുമുളക് പൊടി, പിന്നെ സോയാ സോസ്, ടൊമാറ്റോ സോസ്, അപ്പോൾ അല്പം വെള്ളം. ഇതൊരു സെമി ഗ്രേവി കേട്ടോ, കൂടുതൽ ഗ്രേവി അല്ല. അപ്പോൾ അല്പം വെള്ളം. ഇത് സെമി ഗ്രേവി ഏറ്റവും നല്ലത്, കൂടുതൽ ഗ്രേവി ആയാലും കൊള്ളിയല്ല. സെമി ഗ്രേവി അല്ലെങ്കിൽ ഡ്രൈ, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് ഈ സോസിൽ ഇതുങ്ങളൊക്കെ നല്ല രീതിയിൽ അങ്ങ് സോട്ട് ചെയ്തെടുക്കും. ലാസ്റ്റ് ഒരു ചെറിയ ലൈം വെഡ്ജ് കൂടെ പിഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ചില്ലി പനീർ. ഇതിലിപ്പോൾ സോസിൻ്റെ അതുകൊണ്ട് കോൺഫ്ലോർ ചേർത്തിട്ട് കേട്ടോ, സോസിൻ്റെ ആ തിക്നെസ് കൊണ്ട് ഗ്രേവി നല്ല തിക്കാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സെമി ഗ്രേവി അല്ലേ, നമുക്ക് ഗ്രേവി ആണെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിക്കുമ്പോഴേ അത് നമ്മൾ കോൺഫ്ലോർ ഒഴിച്ച് തിക്കാക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇത് സോട്ട് ചെയ്യുക, പ്ലേറ്റിലേക്ക് ആക്കുക. ഇത്രയേ ഉള്ളൂ ചില്ലി പനീർ. കണ്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ, പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ കഴിക്കാനായിട്ട്. എന്നാൽ ശരി, എന്നാൽ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർ മറ്റുള്ള കൂട്ടുകാർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ. എന്നാൽ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാവേ. താങ്ക്